അപ്പോൾ രാവണന്റെ ലക്ഷ്യം എന്തായിരുന്നു? വെറുതെ കുറച്ച് രാജ്യങ്ങൾ പിടിച്ചെടുക്കുക, അതൊന്നുമായിരുന്നില്ല. സ്വർഗം, ഭൂമി, പാതാളം, ഈ 3 ലോകങ്ങളെയും തന്റെ കാൽക്കീഴിലാക്കുക, അതായിരുന്നു ആഗ്രഹം. ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യം മാത്രമായിരുന്നില്ല, മറിച്ച് ഈ പ്രപഞ്ചത്തിന്റെ അധികാര ഘടനയെ തന്നെ മാറ്റിയെഴുതാനുള്ളൊരു ശ്രമമായിരുന്നു അത്. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഈ ഒരു ആഗ്രഹം വെറും യുദ്ധം ചെയ്തോ ശക്തി ഉപയോഗിച്ചോ നേടാൻ പറ്റുന്ന ഒന്നായിരുന്നില്ലെന്ന് രാവണന് നന്നായി അറിയാമായിരുന്നു. ഇതിന് ഒരു ദൈവികമായ അനുമതി വേണമായിരുന്നു, സാക്ഷാൽ സൃഷ്ടാവായ ബ്രഹ്മാവിന്റെ കയ്യിൽ നിന്നൊരു വരം. അപ്പോൾ ഇത്രയും വലിയൊരു വരം കിട്ടണമെങ്കിൽ എന്ത് വില കൊടുക്കണം? ദേവന്മാർക്ക് നമ്മൾ കൊടുക്കുന്ന പണമോ സ്വർണമോ ഒന്നും വേണ്ട. അവർക്ക് വേണ്ട പ്രതിഫലം വേറെയാണ്. സമാനതകളില്ലാത്തൊരു സമർപ്പണം, അങ്ങേയറ്റം കഠിനമായൊരു ആത്മീയ സാധന. അതെ, ദേവന്മാർ സ്വീകരിക്കുന്ന ആ ഒരേ ഒരു കറൻസി, അതാണ് തപസ്. അതായത് സ്വയം കഠിനമായ ശാരീരികവും മാനസികവുമായ പരീക്ഷണങ്ങൾക്ക് വിധേയനായിട്ട് തന്റെ ഭക്തിയും ആഗ്രഹത്തിന്റെ തീവ്രതയും തെളിയിക്കണം. അതായിരുന്നു രാവണൻ കൊടുക്കാൻ പോകുന്ന വില. ഫുൾ വീഡിയോ കാണാൻ ആശീർവാദം ചാനൽ സന്ദർശിക്കൂ.